ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഗോതമ്പ് പൊടി വെച്ച് ആവിയിൽ വേവിച്ചെടുത്ത ഒരു കിടിലൻ പലഹാരമായാലോ. അപ്പോൾ നമുക്കതെങ്ങനെ ചെയ്തെടുക്കാൻ നോക്കാം. അതിനായിട്ട് ആദ്യം തന്നെ ചൂടായ പാനിലേക്ക് കുറച്ച് ഓയിലൊന്ന് ഒഴിച്ചു കൊടുക്കുക. ഓയിൽ നല്ലപോലെ ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് ചെറുതായി അരിഞ്ഞെടുത്ത ഒരു സവാള ഇട്ട് കൊടുക്കുക. സവാള നല്ലപോലെ തന്നെ എണ്ണയിലൊന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ അതാ ഉപ്പിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ സവാള ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ചെറിയ ജീരകം, വലിയ ജീരകം, കുരുമുളക് ഇതെല്ലാം അതും കൂടെ ഒന്ന് നമ്മളിങ്ങനെ ചതച്ചെടുത്താണ് കേട്ടോ. അതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ ഇതുപോലെ ഇട്ട് കൊടുക്കുമ്പോൾ കഴിക്കാനായിട്ട്. എന്നിട്ട് ഇതെല്ലാം അതും കൂടെ നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ അളവിൽ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക. മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. നിങ്ങൾക്ക് എത്രയാണ് എരിവ് വേണ്ടത് പാകത്തിനുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ കുരുമുളക് പൊടി മാത്രം ചേർത്തിട്ടാണെങ്കിൽ മുളക് പൊടി സ്കിപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ. അതുപോലെ നമ്മൾ പച്ചമുളകും ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനനുസരിച്ചിട്ട് വേണം പാകത്തിന് മുളക് പൊടി ചേർക്കാനായിട്ട്. പിന്നെ ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് ഇതെല്ലാം അതും കൂടെ നന്നായിട്ട് ഇളക്കി കൊടുത്ത് ഇതിൻ്റെ പച്ച മണമൊന്ന് മാറി വരുമ്പോൾ വേവിച്ച് ക്രഷ് ചെയ്തെടുത്ത ചിക്കനും കൂടെ ചേർത്ത് കൊടുക്കാം. ചിക്കൻ വേവിച്ചെടുക്കുമ്പോൾ ഒരു നുള്ളു ഉപ്പ് ചേർത്തിട്ടാണ് കേട്ടോ വേവിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് ആ ചിക്കനും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഫില്ലിങ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വെക്കാം. ഇനി നമ്മൾ ചപ്പാത്തിക്കൊക്കെ എങ്ങനെയാണോ മാവ് കുഴച്ചെടുക്കുന്നത് അതുപോലെ തന്നെ ഗോതമ്പ് മാവ് ലേശം വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുത്താണ് കേട്ടോ. മാവ് നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കണം. എന്നിട്ട് ഞാനിത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചതായിരുന്നു കേട്ടോ. ഇനി ഇത് നമുക്ക് ഒന്ന് പരത്തിയെടുക്കണം. അപ്പോൾ അത്യാവശ്യം നമ്മൾ ചപ്പാത്തിക്കുള്ള മാവ് തന്നെയാണ് കേട്ടോ ചെറിയ ചെറിയ ബോൾസാക്കി എടുത്ത് മാറ്റുന്നുണ്ട്. പിന്നെ ഇതൊന്ന് നമുക്ക് പരത്തിയെടുക്കാം. പരത്തിയെടുക്കുന്ന സമയത്ത് നമ്മൾ ഒട്ടും പൊടി യൂസ് ആക്കാണ്ട് ലേശം ഓയിലോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ട് വേണം ഒന്ന് പരത്തിയെടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ ഞാൻ അത്യാവശ്യം ചെറിയൊരു വട്ടത്തിലായിട്ടൊന്ന് പരത്തിയെടുക്കുന്നുണ്ട്. ഈ പൊടി യൂസ് ആക്കുന്നതിന് പകരമായിട്ടാണ് ഞാനിപ്പോൾ ഓയിലാക്കി കൊടുത്തത്. എന്നാലാണ് നമുക്കത് ഇതുപോലെ പരത്തിയെടുക്കാൻ പറ്റുള്ളൂ. പൊടി ഉപയോഗിക്കുന്നതിനെക്കാട്ടി നല്ലത് ഇതുപോലെ ഓയിലാക്കി കൊടുത്തിട്ട് പരത്തിയെടുത്ത് ചുട്ടെടുക്കുമ്പോൾ ഒരു പ്രത്യേക തരം ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അത് അതിൻ്റെ സെൻറ്ററിലായിട്ട് നമ്മൾ ഫില്ലിങ്സ് വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ ഇതിൻ്റെ എല്ലാ സൈഡും ഇതിൻ്റെ തലപ്പ് ഭാഗം ഉണ്ടല്ലോ അതിങ്ങനെ ചുരുട്ടിയിട്ട് നമ്മൾ മൊത്തത്തിലിങ്ങനെ ക്ലോസ് ചെയ്തെടുക്കുക. എന്നിട്ട് ഇങ്ങനെ ലാസ്റ്റ് ഭാഗം ഇങ്ങനെ കൈ വെച്ചിട്ടൊന്ന് ചുരുട്ടി കൊടുക്കുക കേട്ടോ. ഇനി ഇത് നമുക്ക് വീണ്ടും ഒന്നുകൂടെ ഒന്ന് പരത്തിയെടുക്കണം. കയ്യിൽ ലേശം ഓയിലാക്കിയിട്ട് പരത്തിയെടുക്കണമെങ്കിൽ അങ്ങനെയും പരത്തിയെടുക്കുക. അല്ലെങ്കിൽ ഇതുപോലെ നമുക്ക് കോയിൽ വെച്ചിട്ടൊന്ന് പരത്തിയെടുക്കുക. ജസ്റ്റ് ഇതൊന്ന് നമുക്ക് ആവി കയറ്റിയെടുക്കാം കേട്ടോ. ആവിയിൽ നല്ലപോലെ വേവിച്ചെടുക്കാം. അപ്പോൾ അങ്ങനെ ഞാനിപ്പോൾ ഈ 3 ആവിയിൽ വേവിച്ചെടുത്താണ് കേട്ടോ. ഇനി നമുക്കിതുപോലെ ഒരു പാനിലേക്ക് കുറച്ച് ഓയിലൊന്ന് ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ ഇതിൻ്റെ മുകൾ ഭാഗമൊക്കെ നന്നായിട്ടൊന്ന് ക്രിസ്പി ആയിട്ടുണ്ടാവും കേട്ടോ. നമ്മൾ പപ്സൊക്കെ കഴിക്കുന്നതിൻ്റെ ആ ഒരു ക്രിസ്പിനെസ് ഉണ്ടാവും. ഇനിയിപ്പോൾ ഒട്ടും ഓയിൽ കഴിക്കാൻ പറ്റാത്തവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആവിയിൽ വേവിച്ചെടുത്ത് തന്നെ കഴിക്കാവുന്നതാണ്. നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതിനെ ഞാൻ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് എല്ലാ സൈഡും നല്ലപോലെ തന്നെ ഒന്ന് മൊരിയിച്ചെടുക്കുന്നുണ്ട്. ഒരു ലൈറ്റ് ബ്രൗൺ കളറായി വരുന്നവരെ കേട്ടോ. ഇതാകുമ്പോൾ നമുക്ക് ചായൻ്റെ കൂടെ ഓരോന്ന് കഴിച്ചാൽ മതി. വയറിനറിയാനായിട്ട് കറിയൊന്നും ആവശ്യമില്ല. കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം കൂടിയാണ് കേട്ടോ. ഇനിയിപ്പോൾ ചിക്കൻ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കോഴിമുട്ട വെച്ചിട്ടും ചെയ്തെടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ വെജിറ്റബിൾസ് മാത്രം ഉപയോഗിച്ചിട്ടും ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ ഫില്ലിങ്സ്. അപ്പോൾ നമ്മുടെ ഈ ഒരു പലഹാരം ഇവിടെ റെഡി ആയിട്ട് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്